ായിട്ട് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സ്കിറ്റാണ്, കിഡ്സിൻ്റെ സ്കിറ്റാണ്. ടൈറ്റിൽ ജഡായു. ആൻഡ് ദ പാർട്ടിസിപ്പൻസ് ആർ കൃഷ്ണപ്രിയ, തന്മയി, അദ്രിജ, ആർഷ, മേ, വാഹിൻ, സാമജ്, വൃത്രഹാൻ, ആദിത്യ, സാരംഗ്, and another Aditya, lots of Aditya. So we can consider all of this. Let's welcome the kids for Jadayu. മഞ്ഞപ്പുണ്ണിക്കാരുള്ള പൊന്നിപ്പൂച്ച പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്നു ജഡായു. ജഡായു ഒരു വലിയ പക്ഷിയാണ് മാലു. രാമായണത്തിലെ രാമൻ്റെ ഒരു സുഹൃത്തായ പക്ഷിശ്രേഷ്ഠൻ. ജഡായുവിൻ്റെ കഥ പറയണമെങ്കിൽ രാമൻ്റെ കഥയിൽ തുടങ്ങണം കുട്ടി. ആ കഥ ഒന്ന് വേഗം കേട്ടോളൂ. പണ്ട് അയോധ്യ എന്ന രാജ്യത്ത് ദശരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 റാണിമാരും 4 മക്കളും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠ സഹോദരനായ രാമൻ്റെ പട്ടാഭിഷേകമാണ് ഇന്ന്. അതിൻ്റെ ആഘോഷത്തിലാണ് അയോധ്യ. സഖി, സീതാദേവി ഒരുക്കാൻ വരുന്നല്ലേ? അപ്പോൾ സഖിയൊന്നും വഴങ്ങില്ലേ? പട്ടാഭിഷേകം മുടങ്ങാനോ? എന്തുണ്ടായി? യുവരാജാവിന് പകരം തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്നാണ് കൈകേയി റാണി മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് മഹാരാജാവ് സമ്മതിച്ചോ? മഹാരാജാവ് പണ്ട് യുദ്ധത്തിൽ രക്ഷിച്ചതിന് റാണിക്ക് ഒരു വരം കൊടുത്തിരുന്നുവത്രേ. എപ്പോൾ വേണമെങ്കിലും റാണിക്ക് ഇഷ്ടമുള്ള കാര്യം ആവശ്യപ്പെടാമെന്ന്. ആ വരമാണ് റാണി ഇപ്പോൾ ഭരതനെ രാജാവാക്കാൻ ചോദിച്ചത്. യുവരാജാവ് 14 വർഷം വനവാസത്തിന് പോകണമത്രേ. സീതാദേവിയും അനുജൻ ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം പോവുകയാണ്. കഷ്ടമായി. നമുക്ക് സീതാദേവിയുടെ അടുത്ത് പോവാം. ദേവിയെ രക്ഷാവലയത്തിൽ ഇറക്കിയിട്ട് വന്നതാണ്. നിലവിളി കേട്ടപ്പോൾ ജ്യേഷ്ഠൻ അപകടത്തിൽപ്പെട്ടു എന്ന് വിചാരിച്ചു. ആ മായാവി എന്നെ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു പോവാം. അനുജ, ദേവിയെ കാണാനില്ലല്ലോ. ദേവി എവിടെ? ജ്യേഷ്ഠ, ഇത് മായാവിയുടെ വിദ്യകളാണ്. ദേവിയെ ആകെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങ് ദുഃഖിക്കാതെ വാങ്ങും. നമുക്ക് തികഞ്ഞു ചെല്ലാം. അബലയായ സ്ത്രീരത്നത്തെ മോഷ്ടിച്ച് അധമാ, നീ പക്ഷി രാജാവിനെ മറികടക്കില്ല.
ആണോ? മാളു ജഡായുവിൻ്റെ കുട്ടിക്കാലത്തെ കഥ കേട്ടിട്ടില്ലേ? ജ്യേഷ്ഠൻ സമ്പാദിയുമായി ഏറ്റവും ഉയരത്തിൽ പറക്കാൻ പന്തയം വെച്ച ജഡായു സൂര്യഭഗവാനോടത്തേക്ക് പറന്നെടുത്തു. അരുത് അരുത് അനുജ, സൂര്യന്റെ ചൂടിൽ നീ അപകടത്തിൽ പെടും. തന്റെ ചിറകുകൾ കരിഞ്ഞെങ്കിലും ജ്യേഷ്ഠൻ സമ്പാദി അനുജൻ ജഡായുവിനെ രക്ഷിച്ചു. പക്ഷേ ഇന്ന് ആ ജഡായുവിന്റെ ചിറകുകൾ രാക്ഷസ രാജാവായ രാവണൻ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നു. അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങ് എങ്ങനെ അപകടത്തിൽ പെട്ടു? അല്ലയോ പ്രഭു, രാക്ഷസ രാജാവായ രാവണൻ അവിടുത്തെ പത്നിയായ സീതാദേവിയെയും കവർന്ന് ഈ വഴി വന്നു. തടുക്കാൻ ശ്രമിച്ച എന്നെ ചേരവേലിന് വീഴ്ത്തിയ ലങ്കയിലേക്ക് കടന്നു. എന്നോട് പൊറുക്കൂ, ദേവിയെ എനിക്ക് രക്ഷിക്കാനായില്ല. ദേവിയെ തേടി നടക്കുന്ന നമുക്ക് ഒരു വെളിച്ചമാണ് അങ്ങ് തന്നത്. എന്റെ സമയമെടുത്തു. അങ്ങ് വേഗം പോയി ദേവിയെ രക്ഷിക്കൂ. ഈ മഹാത്മാവിനെ നമുക്ക് ഉചിതമായി സംസ്കരിക്കാം. അങ്ങനെ ചെയ്യാം ജ്യേഷ്ഠ.